ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി അച്ചാറാട്ടോ. വെള്ളരിക്ക വെച്ചിട്ട് ഇനി കറി മാത്രമല്ല അച്ചാറും കൂടി ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ വെള്ളരിക്ക എടുക്കുക, അതിൻ്റെ തൊലിയും കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അച്ചാറിൻ്റെ പാകത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇനി ആദ്യം തന്നെ നമ്മൾ ചട്ടിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിക്കണേ. ഇനി അതിലേക്ക് പാകത്തിന് ഉലുവയും അതേപോലെ തന്നെ കടുക് പൊട്ടിക്കുക. അപ്പോൾ ഉലുവ കുറച്ച് കൂടുതലും അതേപോലെ തന്നെ കടുക് കുറച്ച് കുറവാണ് വേണ്ടത്. ഇനി നല്ലൊന്ന് പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും അരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് പാകത്തിന് മുളകും പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കാശ്മീരി മുളകും പൊടി ആയതുകൊണ്ട് എരും കളറും ഒരുപോലെ കിട്ടും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അച്ചാറ് നല്ലൊരു കളറും ഉണ്ടാവും കേട്ടോ. ഇനി ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊന്ന് ചെറിയ തീയിൽ മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച വെള്ളരി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. വെള്ളരി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ മസാലയൊക്കെ അതിലേക്ക് നല്ലോണം ചേരണം. ഇതേപോലെ തന്നെ നല്ലൊന്ന് ചേർത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1.5 സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതൽ വേണമല്ലോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇല്ലാത്തവരാണെങ്കിൽ കായം ചട്ടിയിലിട്ട് നല്ലോണം വറുത്തതിന് ശേഷം അത് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളരിയൊക്കെ ഒന്ന് മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി എന്ന് പറഞ്ഞാൽ സുർക്ക, പല ഭാഗത്തും പല പേരാണ്. അപ്പോൾ വിനാഗിരി എന്ന് പറഞ്ഞാൽ സുർക്കയാണ്. ഇനി നമുക്ക് അതിലേക്കൊരു നുള്ള് മധുരം, ആ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള് മധുരം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ പുളി ഒന്നും കുത്തലുണ്ടാവില്ല, അതുപോലെ തന്നെ എരിവൊന്നും കുത്തലുണ്ടാവില്ല കേട്ടോ. ഇനി മധുരം കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ആ സുറുക്കിയും അതൊക്കെ അതിൽ കടന്നിട്ട് നല്ലോണം തിളക്കുമ്പോഴാണ് നമ്മൾ അച്ചാർ കൂടുതൽ കാലം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി നല്ലോണം തിളച്ച് ഇനി വാങ്ങി വെക്കുക. ഇനി നല്ല പോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വെയിലത്ത് വെച്ച കുപ്പിയിലേക്ക്, വെള്ളമഴയൊന്നും ഇല്ലാത്ത കുപ്പിയിലേക്ക് നമുക്ക് ഇതുപോലത്തെ നിന്ന് അച്ചാറൊന്ന് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ അടിപൊളി വെള്ളരിക്ക അച്ചാർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടോ. വളരെ സിമ്പിൾ അത് ഉണ്ടാക്കാൻ. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇനി ചോറിൻ്റെ കൂടെ കൂട്ടിയല്ല, ചപ്പാത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.